ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് C++ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിങ്ങിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ? അവ എങ്ങനെയാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാം. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ used to transfer program control from one place to another. പ്രോഗ്രാമിൽ പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത് ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അതിൻ്റെ നോർമൽ ഫ്ലോയെ നമുക്കൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടണമെങ്കിൽ നമുക്ക് പല മാർഗങ്ങൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. അതിലൊരു മാർഗമാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രധാനമായിട്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അവയോരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഗോ ടു, സെക്കൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് വൺ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇവ ഓരോന്നും നമുക്ക് നോക്കാം. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ദി ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. പ്രോഗ്രാം കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഒരു എക്സാമ്പിളോടുകൂടി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ i = 1. അതിന് താഴെ സ്റ്റാർട്ട് എന്നൊരു ഐഡൻറ്റിഫയർ ഉണ്ട്. സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഒരു കോളൻ സിമ്പലും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ലേബൽ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് കോളൻ കൊടുത്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ലേബൽ എന്ന് പറയുന്നത്. ആ ലേബൽ ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് താഴെ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് COUT-i. അതിന് താഴെ ഇൻക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ++i. അതിന് താഴെ കണ്ടീഷൻ i <= 5. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗോ ടു സ്റ്റാർട്ട്. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. i ഇനിഷ്യലൈസ് ചെയ്തു 1. ഐയുടെ വില 1 ആയി. COUT-i 1 ഒരു പ്രാവശ്യം പ്രിൻ്റ് ചെയ്തു. ++i ഐയുടെ വില 2 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. if 2 <= 5. 2 <= 5 എന്ന് പറയുമ്പം കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഗോ ടു സ്റ്റാർട്ട്. അപ്പം ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പം പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ച് സ്റ്റാർട്ട് എന്ന ലേബലിലോട്ട് പോയി. അങ്ങോട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ തിരിച്ചു വിട്ടു. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ലാസ്റ്റിൽ വന്ന കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മോഡിലോട്ട് തിരിച്ചു വിടാൻ നമുക്ക് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് സാധിച്ചു. അങ്ങനെ ഈ പ്രോഗ്രാം 1 തൊട്ട് 5 വരെ പ്രിൻ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാം. ബ്രേക്ക്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ ലൂപ്പ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ലൂപ്പോ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക്. അതായത് ഒരു ലൂപ്പിൽ നിന്നോ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ നമുക്ക് എക്സിറ്റ് ആകണമെങ്കിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ മതി. ഇത് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു ലൂപ്പ് തന്നിരിക്കുകയാണ്. അതായത് 1 തൊട്ട് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 5 വരെ പോകണമെന്നാണ്. 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യാനാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബോഡി ഓഫ് ദ ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ 5 = 3
ബ്രേക്ക്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചിരിക്കുന്നു. അതിൻ്റെ താഴെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് സി ഔട്ട് ഐ. നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ആദ്യം ഐയുടെ വില 1 ഇനീഷ്യലൈസ് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പം കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറി ഈ 5 ഈക്വൽ ടു 3 ഐയുടെ വില 1 ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. തൊട്ടടുത്ത ലൈനായ സി ഔട്ട് ഐ ഐയുടെ വില 1 ആണ്. അപ്പം സി ഔട്ട് ഐ എന്ന് പറയുമ്പം നമുക്ക് ഔട്ട്പുട്ട് 1 എന്ന് പ്രിൻ്റ് ചെയ്തു. അടുത്ത ഐയുടെ വില 2 ആകുന്നു. ഐയുടെ വില 2 ആകുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറുന്നു. ഐ ഈക്വൽ ടു 3. 2 ഈക്വൽ ടു 3 ആയതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോൾസ് ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. തൊട്ടടുത്ത ലൈനായ സി ഔട്ട് ഐ ഐ ഒരു പ്രാവശ്യം കൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നു. 2 പ്രിൻ്റ് ചെയ്യുന്നു. ഇപ്പം 1ഉം 2ഉം പ്രിൻ്റ് ചെയ്തു. വീണ്ടും ഐയുടെ വില 1 ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആകുന്നു. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പിനകത്ത് കയറുന്നു. ഈഫ് ഐ ഈക്വൽ ടു 3 എന്ന സ്ഥാനത്ത് 3 ഈക്വൽ ടു 3 എന്നാകുന്നു. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്കറിയാം ലൂപ്പിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അതിനർത്ഥം ആ ലൂപ്പ് ടെർമിനേറ്റായി അല്ലെങ്കിൽ എക്സിറ്റായി. ബാക്കി റിമൈനിങ് പാർട്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ലൂപ്പിന് വെളിയിലോട്ട് പ്രോഗ്രാം കൺട്രോൾ പോകും. അപ്പം അതുകൊണ്ട് തന്നെ 3 ഒന്നും പ്രിൻ്റ് ചെയ്തില്ല. 1ഉം 2ഉം കൊണ്ട് പ്രിൻ്റ് ചെയ്ത് പ്രോഗ്രാം ആ ലൂപ്പ് എക്സിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് 1ഉം 2ഉം ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടീഷൻ ഇവിടെ 5 വരെ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ലൂപ്പ് എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ലൂപ്പിൽ നിന്നും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാം. കണ്ടിന്യൂ. കണ്ടിന്യൂ ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിങ് ദി നെക്സ്റ്റ് ഐട്രേഷൻ. അതായത് കണ്ടിന്യൂ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ഏതെങ്കിലും ഒരു ലൂപ്പിൽ കണ്ടാൽ റിമൈനിങ് പാർട്ട് ഓഫ് ദ കോഡ് സ്കിപ്പാകുന്നു. അതിന് കണ്ടിന്യൂവിന് ശേഷമുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യാതെ അത് സ്കിപ്പായിട്ട് ലൂപ്പിൻ്റെ നെക്സ്റ്റ് ഐട്രേഷന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന സെയിം കോഡാണ്. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ബ്രേക്കിന് പകരം നമ്മൾ കണ്ടിന്യൂ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഐയുടെ വില 1ൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടീഷൻ 5 വരെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ബോഡിക്കകത്ത് ഈ 5 ഈക്വൽ ടു 3 കണ്ടിന്യൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സി ഔട്ട് ഐ പ്രിൻ്റ് ചെയ്യാനുള്ള കോഡാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ആദ്യം ഐയുടെ വില 1 ആകുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറുന്നു. ഈ 5 ഈക്വൽ ടു 3 കണ്ടിന്യൂ. ഐയുടെ വില ഇപ്പോൾ 1 ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നേരെ തൊട്ടടുത്ത ലൈനായ സി ഔട്ട് ഐ ഐയുടെ വില 1 പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. അപ്പം നമുക്ക് ഔട്ട്പുട്ട് 1 എന്ന് കിട്ടുന്നു. ഐയുടെ വില 2 ആകുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറുന്നു. ഇഫ് ഐ ഈക്വൽ ടു 3 അതായത് 2 ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യില്ല. തൊട്ടടുത്ത ലൈനായ സി ഔട്ട് ഐ എക്സിക്യൂട്ട് ചെയ്യുന്നു. 2 എന്ന് ഐയുടെ വില 2 ആണ്. 2 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ഐയുടെ വില 3 ആകുന്നു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറുന്നു. 3 ഈക്വൽ ടു 3 അതായത് ഐയുടെ വില 3 ആയതുകൊണ്ട് ഐ ഈക്വൽ ടു 3 എന്നുള്ള സ്ഥാനത്ത് 3 ഈക്വൽ ടു 3 എന്ന് വരുന്നു. കണ്ടീഷൻ ട്രൂ ആകുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾക്കറിയാം കണ്ടിന്യൂ കണ്ടാൽ അതിന് താഴോട്ടുള്ള ലൈനുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് സ്കിപ്പാവും. എന്നിട്ട് അടുത്ത ഇറ്ററേഷനിലോട്ട് പ്രോഗ്രാം കൺട്രോൾ പോകും. അപ്പോൾ ഐയുടെ വില ഇപ്പം 3 ആണ്.
കണ്ടിന്യൂ കണ്ടതോടുകൂടി സി ഔട്ട് ഐ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അവിടം കൊണ്ട് സ്കിപ്പായി ഐയുടെ വില 4 മാറുന്നു. 4 ≤ 5 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണ്. 4 = 3 അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോൾസ് ആണ്. അതിൻ്റെ താഴത്തെ ലൈനായ സി ഔട്ട് ഐയുടെ വില ഇപ്പം 4 ആണ്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് 4 പ്രിൻ്റ് ചെയ്യുന്നു. അടുത്ത ഐയുടെ വില 5 ആകുന്നു. 5 ≤ 5 കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറുന്നു. 5 = 3 കണ്ടീഷൻ ഫോൾസ് ആണ്, അതുകൊണ്ട് കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. വീണ്ടും തൊട്ടടുത്ത ലൈനായ സി ഔട്ട് ഐയുടെ വില ഇപ്പോൾ 5 ആണ്. സി ഔട്ട് ഐ എന്ന് പറയുമ്പം 5 പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ഐയുടെ വില 6 ആകുന്നു. 6 ≤ 5 എന്ന് പറയുമ്പം കണ്ടീഷൻ ഫോൾസ് ആകുന്നു, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്നു. പ്രോഗ്രാം കൺട്രോൾ ലൂപ്പ് കഴിഞ്ഞിട്ട് ലൈനുകളുണ്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 1 2 4 5 ആണ്. 3 അവിടെ പ്രിൻ്റ് ചെയ്തിട്ടില്ല, കാരണം ഐയുടെ വില 3 ആകുമ്പം കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനുകൾ സ്കിപ്പായിട്ട് ഐയുടെ വില 4 മാറുന്നു. അതായത് നെക്സ്റ്റ് ഇറ്ററേഷന് വേണ്ടി പ്രോഗ്രാം കൺട്രോൾ കമ്പൈലറിനെ ഫോഴ്സ് ചെയ്യുന്നു. ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം. ഇനി നമുക്ക് അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ 3rd ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദ കോളിംഗ് പ്രോഗ്രാം ഓർ ടു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്ത് കടക്കുന്നതിന് വേണ്ടിയും കോളിംഗ് പ്രോഗ്രാമിൽ നിന്നും പേരൻ്റ് പ്രോഗ്രാമിലേക്ക് കൺട്രോൾ തിരിച്ചു പോകാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് മാത്രം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുക.